അക്കാര്യത്തില് അരുണിനെ അഭിനന്ദിക്കാൻ കൂടി എഡിറ്റോറിയൽ ബോർഡ് സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിലും മന്ത്രിസഭയോടൊപ്പം അല്ലെങ്കിൽ തന്നെയും അതിനെ പിന്തുടർന്നുകൊണ്ട് സഞ്ചരിക്കുകയും കേരളത്തിൻ്റെ ഒരു പൾസ് ഏറ്റുവാങ്ങുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരുപക്ഷെ മന്ത്രിമാരെക്കാളും മുഖ്യമന്ത്രിയെക്കാളും വലിയൊരു ഉത്തരവാദിത്തമായി മാറിയിരുന്നു. അക്കാര്യത്തിൽ അരുൺ എടുത്തിട്ടുള്ള ഒരു എനർജി ചില്ലറയല്ല. അതിന് അരുണിനെ നമ്മുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ അഭിനന്ദിക്കുന്നു. താങ്ക് യു എം വി നികേഷ് കുമാർ. യഥാർത്ഥത്തിൽ നമ്മുടെ വാർത്താ സംഘത്തിലാണ് അതിൻ്റെ ക്രെഡിറ്റ്. ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ അടക്കം, എം വി നികേഷ് കുമാർ, സ്മൃതി, സുജയ, നമ്മളടക്കമുള്ള ആൻറ്റോ അടക്കമുള്ള അനിൽ അയിരൂർ അടക്കമുള്ളൊരു എഡിറ്റോറിയൽ ടീമും അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന നമ്മുടെ ആർമി, നമ്മുടെ ഓരോ റിപ്പോർട്ടർമാരും അതിനെടുത്തിരിക്കുന്ന എഫേർട്ട് ചേർന്നാൽ അവർ മണ്ഡലങ്ങളിൽ പോകുന്നു, ജനങ്ങളെ കാണുന്നു, അഭിപ്രായങ്ങൾ തേടുന്നു, അത് ക്രോസ് ചെക്ക് ചെയ്യുന്നു. കാരണം പലതും നടത്തിയ പരിപാടികളാണെങ്കിൽ നമുക്കത് വീണ്ടും ആവശ്യമായിട്ട് ഉന്നയിക്കുക സാധ്യമല്ല. അതിനുശേഷം കൃത്യമായി തന്നെ അത് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ വാർത്താ സംഘത്തിനൊരു വാർത്താ കുടുംബം എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. 1400 വികസന രേഖ ആവശ്യങ്ങളാണ് നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത്. താങ്ക് യു എം വി നികേഷ് കുമാർ. താങ്ക് യു ബാലകൃഷ്ണൻ. നമുക്ക് ഇനി മീറ്റ് ദി എഡിറ്റേഴ്സ് ഇവിടെ അവസാനിപ്പിക്കാം. നാളെ അരുൺ, ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ നമ്മൾ പൊതുവെ നമ്മുടെ റിപ്പോർട്ടഡ് ടീം ഏകദേശം 15ഓളം വരുന്ന റിപ്പോർട്ടഡ് ടീമാണ് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള എല്ലാ മണ്ഡലങ്ങളും കൂടെ പോയിട്ടുള്ളത്. അപ്പോൾ അവർ അതിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ 140 മണ്ഡലങ്ങളെ ഒരു മണ്ഡലത്തിലെ 10 പരാതികൾ അല്ല 10 ആവശ്യങ്ങളാണ് നമ്മൾ അതിൻ്റെ സർക്കാരിൻ്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. ആ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ആ നാട്ടിലെ ജനങ്ങൾക്ക് അത്രയും അത്യാവശ്യമുള്ള 10 കാര്യങ്ങളാണ്. നമ്മൾ ഒരു പരാതിയായിട്ടല്ല നമ്മൾ സർക്കാരിൻ്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ജനങ്ങൾക്ക് ആവശ്യമുള്ള 10 കാര്യങ്ങളാണ് ഒരു മണ്ഡലത്തിലെ. അത് അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അതാണ് നമ്മളൊരു ബുക്ക്ലെറ്റായി പ്രതിപക്ഷ നേതാവിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും കൊടുക്കുന്നത്. മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ഇനി പ്രതിപക്ഷ നേതാവിന് കൊടുക്കാൻ പോവുകയാണ്. ഈ ടീം എന്ന് പറയുന്നത് റിപ്പോർട്ടർ ടിവിയുടെ ഏകദേശം 15ഓളം വരുന്ന എഡിറ്റോറിയൽ അംഗങ്ങളും അതുപോലെ തന്നെ റിപ്പോർട്ടറിൻ്റെ ഓരോ ബ്യൂറോയിലുള്ള ആൾക്കാരും കൂടാതെ ഡെസ്കിലുള്ള ആൾക്കാരും ഒരു ആവേശം, ഈ പറഞ്ഞ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാരിലേക്ക് എത്തിക്കാൻ കാണിച്ച ഒരു വലിയ മനസ്സുണ്ട്. കാരണം അത് അത്ര ചെറിയ കാര്യമായിരുന്നില്ല. കാരണം നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അവരുടെ ആവശ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയെടുത്ത 140 മണ്ഡലങ്ങളിലെ 1400 ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങൾ സർക്കാർ അതിൻ്റേതായ അർത്ഥത്തോടു കൂടി തന്നെ അതിനെ പരിഗണിക്കുമെന്ന് റിപ്പോർട്ടർ ടി വി നമ്മുടെ എഡിറ്റോറിയൽ ബോർഡ് വിശ്വസിക്കുകയാണ്. അതിലെ ആവശ്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യും എന്നും കൂടി സർക്കാരിനെയും ജനങ്ങളെ അറിയിക്കുകയാണ്. ജനങ്ങൾ എന്നും റിപ്പോർട്ടർ ടി വി എന്നും ജനങ്ങൾക്കൊപ്പമാണ് നിന്നിട്ടുള്ളത്. ജനങ്ങളുടെ ആവശ്യം എന്താണ് എന്നുള്ളത് ഓരോ മണ്ഡലങ്ങളെയും ആവശ്യങ്ങൾ സർക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു മാധ്യമത്തിൻ്റെ ധർമ്മമായി കൂടി കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ റിപ്പോർട്ടർ ടി വി പൂർണ്ണമായി വിജയിച്ചു എന്നുകൂടി ഞങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. താങ്ക് യു ആൻറ്റോ. താങ്ക് യു വി നികേഷ് കുമാർ. താങ്ക് യു ഉണ്ണി ബാലകൃഷ്ണൻ. നമുക്ക് Meet the editors.